അപ്പൊ ഇന്ന് ഞങ്ങള് മുണ്ടൂര് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് പോവാട്ടാ. ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങക്ക് കുറച്ച് ശരിയാ. അപ്പൊ ഇന്ന് ഞങ്ങള് മുണ്ടൂര് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് പോവാട്ടെ. അപ്പൊ ഞങ്ങള് പോസ്റ്റേരിലായിരുന്നു. പോസ്റ്റേരിൽ നല്ല ചക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ആ പാത്രത്തെ പാടി തന്നെ എടുത്തു വണ്ടിയിൽ ഇരുന്ന് കഴിക്കാലോ എന്ന് വെച്ചിട്ട്. എങ്ങനെയുണ്ട് നീ മധുരം ഉണ്ടോ ചക്കയ്ക്ക്? നല്ല മധുരം കേട്ടോ. മധുരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഞ്ചസാര വെച്ച പോലത്തെ മധുരമാണ്. നീയെ ഇരുന്നിട്ട് നീക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ ഇരുന്നിട്ട് നല്ല ചക്ക തീറ്റീന്. പുറത്ത് നല്ല ചൂടാട്ടാ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്കമാലിയിൽ നിന്ന് അങ്ങോട്ടേക്ക് നമുക്കൊരു 2 മണിക്കൂർ എടുക്കും. ഇപ്പോൾ ഇവിടെ സമയം ഉച്ചയ്ക്ക് 1:45 അത് കുഴപ്പമില്ല. ഭയങ്കര ക്യൂട്ടല്ലോ. മുറിവാലൻ അവിടെ പൊട്ടു കുത്തിയൊക്കെ സ്വന്തം പാനപ്പെട്ട് കഴിക്കാമോ പാലം എത്തിടും. ഫോട്ടോ പാട്ടോക്ക് ചൂടത്ത് വന്നേക്കുന്നതാണ് ഇത്ര അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പുതിയ വീട്ടിലെത്തിയിട്ടാ. ഇന്നലെ രാത്രിയാണ് എത്തിയത്. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എത്തിയപ്പോൾ ഒരു 9 മണിയൊക്കെ ആയി. പിന്നെ ഇപ്പോൾ നേരം വെളുത്തു. ഇനിയിപ്പോൾ നേരം വെളുക്കുമ്പോൾ തന്നെ ഞങ്ങൾ പോകും. കാരണം ഞങ്ങൾക്ക് ഇനി അധികം ദിവസമില്ലല്ലോ. ഞങ്ങൾ കൂടി ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇതിനു മുമ്പൊക്കെ നമ്മൾ എല്ലാ വർഷവും വരുമ്പോൾ നമ്മൾ വീട് കാണിക്കാറുണ്ട്. വീട്ടിലങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചു വെച്ചിട്ടൊന്നുമില്ല. നമ്മളിവിടെ താമസിക്കണില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊരു പാത്രത്തിലിരിക്കുന്നത് ചക്കയായിട്ട്. എന്നാലും നമ്മൾ പോസ്റ്റേരിയിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ചക്ക കൊണ്ടുവന്നതാണ്. കഴിക്കാമെന്ന് വെച്ച് കൊണ്ടുവന്നതാ. കുറച്ച് വണ്ടിയിൽ നിന്ന് കഴിച്ചു. പിന്നെ ബാക്കിയുള്ളത് കഴിച്ചില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കടന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം. ഇത് നീയയുടെ ബെഡ്റൂമാണ്. ബെഡ്ഷീറ്റൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷീറ്റൊക്കെ തിരുമ്മി ഇവിടെ അൽമാരിയുടെ ഉള്ളിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. പണികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോളിഷിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഷീറ്റുകളും സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ അമ്മ അത് തിരുമ്മിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലാരും താമസിക്കുന്നില്ല കേട്ടോ. ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ചേച്ചി വന്നിട്ട് ഇവിടെ അടിച്ച് തുടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലീനൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ വീട്. അങ്ങനെ പൊടിയൊന്നുമില്ല വീട്ടിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ നീയയുടെ റൂം. പിന്നെ അതിനോട് ചേർന്നിട്ട് ഒരു ബാത്റൂമൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ടല്ലോ. പിന്നെ ആരും അങ്ങനെ ഉപയോഗിക്കുകയൊന്നും ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ ഇത് ബാത്റൂം.
നമ്മുടെ നീയയുടെ റൂം. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ താമസിക്കാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ ബെഡ്റൂമിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ കബേഡുകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ നമ്മൾ താമസിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നിന്നാണ് കിടന്ന് കഴിയുമ്പോൾ വേറൊരു റൂം. അത് നീനയുടെ റൂമാണ്. ഇത് നീനയുടെ റൂമാ? ആ, അത് അലീനയുടെ റൂമാണ്. അപ്പോൾ നീന ഇന്നലെ കിടന്നത് അലീനയുടെ റൂമിലാണ് കിടന്നത്. നമ്മളങ്ങനെ വീട് പണിതിട്ട് നമ്മളങ്ങനെ അധികം ദിവസമൊന്നും നിന്നിട്ടൊന്നുമില്ല. വന്നിട്ടുണ്ടെങ്കിൽ 1-2 ദിവസമൊക്കെ അങ്ങനെ നിന്നിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഒറ്റ ദിവസം നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് വന്ന് പോയി നമ്മൾ. ഇന്ന് ഇപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നിൽക്കാൻ പറ്റാതെ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വളരെ കുറച്ച് ദിവസത്തേക്ക് വന്നത്. ഈ പ്രാവശ്യം നമ്മൾ വന്നത് വെറും 7 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നിൽക്കാത്ത തന്നെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഈ പ്രാവശ്യം ഒരു ദിവസമെങ്കിലും വീട്ടിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രാത്രി നമ്മളിവിടെ കിടന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അലീനയുടെ റൂം. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പാണ്. നീന പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണം. അപ്പോൾ ഇത് റൂം. ഈ റൂമിലും ഇങ്ങനെ ഒരു ബാത്റൂം. ഇതും അവിടെ ഒരു കർട്ടൻ കിടക്കുന്നുണ്ട്. കർട്ടൻ നാശമായിട്ടുണ്ട്. റൂം. നീനെന്താ തൊങ്ങി നടക്കണേ? നീനയുടെ കാല് നല്ല നടക്കണ വഴിക്ക് നടക്കണ വഴിക്ക് ഉളുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നീന നടക്കുമ്പോൾ ഒരു തൊങ്ങിലുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു ലിവിങ് റൂമാണിത്. അത്യാവശ്യം നമുക്ക് വേണ്ട സോഫയും അങ്ങനെ. പിന്നെ നമ്മൾ അവിടെ കുഞ്ഞൊരു ഡൈനിങ് ടേബിള് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതും അങ്ങനെ ആരും ഇരിക്കാറില്ല. നമുക്കിവിടെ ഐലൻഡ് കിച്ചൺ ഉണ്ട്. അതിൻ്റെ ചുറ്റോറ് നമുക്ക് കുറച്ച് ചെയറുണ്ട്. അപ്പോൾ അതുമേണ് സാധാരണ അതിന് ഇരിക്കേണ്ട ആവശ്യം വന്നിട്ടൊന്നുമില്ല. എല്ലാവരും കൂടിയിട്ട് അങ്ങനെ നമ്മൾ നിന്നിട്ടില്ല. വീട് മാറ്റത്തിൻ്റെ പ്രാവശ്യം വന്നപ്പോൾ മാത്രമേ നമ്മൾ പോൾസേട്ടനും നമ്മളെല്ലാവരും കൂടിയിട്ട് വന്നിട്ട്, അന്ന് എനിക്ക് തോന്നുന്നത് നമ്മളൊരു 3-4 ദിവസം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കിച്ചൺ പണിതേക്കുന്നത് ഓപ്പൺ കിച്ചണായിട്ടാണ് പണിതേക്കുന്നത്. ഇതിന് മുമ്പത്തെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും കേട്ടോ. അവിടെ നമുക്ക് ഓപ്പൺ കിച്ചണാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും എനിക്ക് ഓപ്പൺ കിച്ചണായിട്ട് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കിച്ചൺ. അങ്ങനെ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പൊന്തിച്ചിട്ടാണ് പണിതേക്കുന്നത്. കിച്ചൺ എൻ്റെ ഐഡിയയിൽ പണിത് വെച്ചേക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ പറഞ്ഞ പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ കിച്ചണിൽ നമ്മൾ രാവിലെ ചായ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. വേറെ നമ്മൾ വൈകിട്ടത്തേക്ക് ഇന്നലെ വന്നപ്പോൾ നമ്മൾ അവിടെ തറവാട്ടിൽ നിന്ന് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചത്. പിന്നെ വന്നപ്പോൾ ഞാനൊരു പാക്കറ്റ് പാൽ വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ ചായപ്പൊടിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണില്ല. ഇനിയിപ്പോൾ തന്നെ നമ്മൾ പോകും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ രാത്രി ഞാനിവിടെ നിന്നപ്പോൾ നമ്മൾ അന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് പെയിൻറ്റിങ്ങും പണികളൊക്കെ നടക്കുന്നുണ്ട് അടുക്കളയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കളറുകൾ മാറിക്കുന്നുണ്ടല്ലേ. പിന്നെ അവിടെ പോളിഷിങ് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പൊടിയൊന്നുമില്ല കേട്ടോ. പൊടിയൊക്കെ തുടച്ച് എല്ലാം കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ അടുക്കളയിൽ മാത്രം കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. പേരൊക്കെ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് എന്താണ് അത് നീന പേരയ്ക്ക കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞങ്ങൾക്ക് ഒരു ചായക്ക് കൂടിയിട്ടുള്ള പാൽ കൂടി ഇരിക്കുന്നുണ്ട്. അതായത് കിച്ചൺ അത്യാവശ്യം നല്ല വലിയ കിച്ചണാട്ടാ. എനിക്ക് വലിയ കിച്ചൺ വേണമെന്നുണ്ടായിരുന്നു. ഇപ്പം എന്തെങ്കിലും കാലത്തേക്ക് ഇവിടെ വന്ന് നിൽക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഇൻറ്റീരിയർ വർക്കുകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെ താമസിക്കാണ്ടൊന്നും ചെയ്തിട്ടിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ ഇന്ന് കാണുന്ന ഫാഷനായിരിക്കില്ല നാളെ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ചെയ്തും ഫർണിച്ചറുകളൊക്കെ വാങ്ങിച്ചിട്ടാലും ഒക്കെ പൊടി പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 ഹൈ ചെയറൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്.
ഇത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട്. ഇത് നീയാ പോകാൻ റെഡി ചെയ്യാ? ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കിടന്നു കഴിയുമ്പോൾ ഇവിടെ വേറൊരു റൂം. എല്ലാവരും ഇങ്ങനെ വെറുതെ റൂമായിട്ട് ഇങ്ങനെ കിടക്കണുള്ളൂ. ഇത് അവിടെ ഒരു തുണി കിടക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഒരു AC എന്നല്ല ഞാൻ ഓണാക്കി വെള്ളം പോകുമല്ലോ, ആ വെള്ളത്തിൻ്റെ പൈപ്പിന് എന്തോ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ താഴത്തേക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. തുടയ്ക്കാൻ വേണ്ടിയിട്ട് എന്നാൽ തുടച്ചിട്ട് ഞാൻ ഒരു തോർത്തുണ്ടോടെ കിടക്കണ്ടായിരുന്നു, അത് തുടച്ചിട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതൊരു റൂം. ഇവിടെ പുറത്ത് ഇങ്ങനെ ബെഡ്റൂം അല്ലാണ്ട് പുറത്തായിട്ട് നമ്മൾ 2 ബാത്റൂം ചെയ്തിട്ടുണ്ട്. വേറൊരു ബാത്റൂം. ആഴ്ചയിൽ വന്നിട്ട് തുടയ്ക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഇത് നീനായിട്ട് റൂം. ബെഡ്മ ഷീറ്റൊന്നും ഇട്ടിട്ടില്ല, എല്ലാവരും തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ബെഡ്മ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നമ്മൾ കിടന്നു, അത്രയൊക്കെ ചെയ്തുള്ളൂ. പിന്നെ ഇത് റൂം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇവിടെ വേറൊരു ബെഡ്റൂം. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. കർട്ടനൊന്നും തയ്പ്പിച്ചിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു പഴയ 2 കർട്ടനുണ്ടായിരുന്നു. അത് ഞങ്ങൾ അവിടെ തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പോളസെറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് 2 കർട്ടൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് എനിക്ക് ബ്ലൈൻഡ്സ് ഇടാനും ഇഷ്ടം. അപ്പോൾ അത് ഞാൻ ഇന്നലെ രാത്രി ഇവിടെ നല്ല ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ റൂമിൽ AC ഇല്ല. അപ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞിട്ട് ജനലയുടെ കർട്ടൻ പൊന്തിച്ച് വെച്ചതാണ്. ബ്ലൈൻഡ്സ് ഇട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങനെ പൊടിയൊന്നും അധികം പിടിക്കില്ലല്ലോ. എനിക്കിങ്ങനെ കർട്ടനായിട്ട് ഇടാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇഷ്ടമില്ല. എല്ലാ പ്രാവശ്യം വരുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ബ്ലൈൻഡ്സ് കടയിലേക്ക് പോയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും അതിന് ചെയ്തിട്ടില്ല. പിന്നെ ഇത് നമ്മളൊരു ബാത്റൂം. ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ഡോറുണ്ട്, തുറക്കട്ടെ. പിന്നെ ഇവിടെ പുറത്ത് വേറൊരു ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ കിടക്കുന്നുണ്ട്. ബെഡ്ഷീറ്റുകൾ കുറച്ച് കൊണ്ടുവന്ന് തിരുമാൻ വേണ്ടിയിട്ട് അമ്മ വെച്ചിട്ടുണ്ട്. ആ റൂമും എനിക്ക് നല്ല ഇഷ്ടമുള്ള റൂമാണ്. ഫുള്ള് ഗ്ലാസ് ഇട്ടിട്ട് അവിടെ നല്ല രസം. അപ്പോൾ ഞങ്ങൾ പോണതിന് മുമ്പ് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ കഴിച്ചു. എന്നാലും ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി പാല് കുടിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഓട്ടോമാറ്റിക് കത്തുണ്ടാ. പക്ഷെ എനിക്കാണ് അതിൻ്റെ സ്വിച്ച് ഓഫ് അങ്ങോട്ട് ചെയ്തിട്ടേക്കാന്ന് തോന്നുന്നു. അറിയില്ല, എനിക്ക് കറക്റ്റ് അറിയാം. ഞാൻ ഒരു കത്തണുണ്ടായിരുന്നു, ഒരു ലൈറ്റർ ഇരിക്കണ്ടായിരുന്നു. ലൈറ്റർ വെച്ചിട്ട് കത്തിച്ചത്. പിന്നെ മുകളിൽ നമ്മളിങ്ങനെ ഫുഡായിട്ടുള്ള എക്സോസ്റ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ ഐലൻഡ് കിച്ചണാണല്ലോ നമ്മൾ ചെയ്തേക്കുന്നത്, സെൻറ്ററിലാണല്ലോ. നമുക്കിങ്ങനെ ചുമരുമ്പ ചാരിയിട്ടുള്ളത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്കിങ്ങനെ ഫുഡായിട്ടുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നന്നായിട്ട് ഇത് സക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് ഉണ്ടെന്ന് തോന്നണേട്ടോ. നമുക്ക് കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മൾ ഒരു ദിവസം ജസ്റ്റ് ഇരുന്നിട്ട് പോകുമ്പോൾ നമുക്ക് അതിന് കുറേ കാര്യങ്ങൾ നമുക്ക് അതിനെ ഒന്നും അറിയാനും പറ്റുന്നുള്ളൂ. ഞങ്ങൾ പേരക്ക, ഇത് നമ്മൾ കടയിൽ നിന്ന് വച്ച പേരക്കട്ടെ. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാവുന്ന പേരക്കയാകുമ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായില്ല. അല്ലല്ല, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇതിനെ കാലത്ത് ചെത്തിയതാണ്. പക്ഷെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനൊരു വാട്ടാക്കി ഉണ്ടല്ലോ. മറ്റേത് നമ്മൾ ഫ്രഷായിട്ട് പറിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ചായപ്പൊടി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചായപ്പൊടി കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ അവർ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് ചായപ്പൊടി. പിന്നെ ഇവിടെ കുറച്ച്
പെയിന്റ് പണികൾ നടക്കുന്നുണ്ടെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇവിടേക്ക് കുറച്ചിങ്ങനെ പാണ്ട് ചുട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ ആ സൈഡിലെല്ലാം അവിടെ കുറച്ച് പെയിന്റിങ്ങിന്റെ പണികൾ. ഇത് പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മള്. അതുകൊണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ തുടച്ചിട്ട് അതുമെന്ന് അങ്ങനെയാണ് അതിന്റെ അഴുക്ക് പോണുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ മാസം ഇത് പോളിഷ് ചെയ്തത്. അപ്പൊ അതിന്റെ കുറെ പോളിഷ് ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും മാറ്റൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് പണികളൊക്കെ നടക്കണൊക്കെ ഉണ്ടായിരുന്നു. ആ പണികളൊക്കെ കഴിയും. ജസ്റ്റ് ആ പെയിന്റിന്റെ കുറച്ച് പണികളൊക്കെ ഉള്ളത്. അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ആയിരുന്നാലും അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും വാങ്ങിച്ചൊന്നും വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതേ നമ്മളിപ്പോ 2 ആഴ്ചക്ക് നമ്മൾ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നമ്മൾ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചേക്കും. മറ്റേ കുറച്ച് ഇങ്ങനത്തെ 2-3 പാത്രങ്ങൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്ത്. എന്നിട്ട് വലിയ വലിയ കോപ്പുകൾ അങ്ങനത്തെ ഒന്നുമില്ല. ഞങ്ങൾ ഇങ്ങനത്തെ 2 കോപ്പയ്ക്ക് അങ്ങനത്തേക്ക് ഉള്ളൂ തോന്നുന്നു. നമുക്ക് നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. അപ്പൊ നമ്മൾ വന്നാണ്ട് പോകുമ്പോൾ അങ്ങനെ വാങ്ങിച്ചു വയ്ക്കാനും അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഫ്രിഡ്ജ് ഞാൻ വന്നപ്പോൾ ഞാൻ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പാല് മാത്രമേ വെക്കാനുണ്ടായിരുന്നുള്ളൂ. ഫ്രിഡ്ജ് സാധാരണ നമ്മൾ ഓണാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് പിന്നെ നമ്മൾ പോകുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് തുറന്നു വെക്കണം കേട്ടോ. നിങ്ങൾ വീടൊക്കെ കൂട്ടിയിട്ട് പോകണവർ അങ്ങനെയാണ്. അത് ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് തുറന്നു വെച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ള നനവൊക്കെ നന്നായിട്ട് തുടച്ച് കളയണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജ് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രിഡ്ജിന് കേടുവരില്ല എന്ന് പറയാം. നമ്മൾ ഇപ്പം എപ്പോഴും പോകുമ്പോൾ നമുക്ക് ഓരോ ദിവസത്തേക്ക് വരുമ്പോഴായിരുന്നാലും നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ ഓണാക്കാറുണ്ട്. അപ്പോൾ ഞാൻ പോകുമ്പോൾ സമയത്ത് അത് പ്ലഗ് ഓഫ് ചെയ്തിട്ട് നമ്മൾ തുറന്നു വയ്ക്കും. അത് ഇപ്പോൾ അവിടെ ആരെങ്കിലും വന്നിട്ട് പിറ്റേ ദിവസം ആരെങ്കിലും തുടച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പോണതിന് മുമ്പ് തുടച്ചിട്ട് അതിൻ്റെ ഉള്ളോട്ട് നനവില്ലാണ്ട് വെക്കണം. അത്ര ഈർപ്പം ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് പെട്ടെന്ന് കേടുവരുന്ന പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ആഘോഷമായിട്ട് കറികളും ഊണൊക്കെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത് പറ്റണ അതേപോലെ എല്ലാവരും കൂടിയിട്ട് നമുക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിക്കാം. ഈ പ്രാവശ്യം നമ്മുടെ ചായകൾ നമ്മൾ ഒതുക്കിയായിരുന്നു. ഇത് നമുക്ക് അയൺ കിച്ചനോട് ചേർന്നിട്ട് നമ്മളൊരു കുഞ്ഞ സിങ്ക്, ഒരു ചെറിയൊരു സിങ്ക് നമ്മൾ വെച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം നമ്മൾ ഈ സൈഡിൽ വലിയൊരു സിങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഈ ചുമരിലൂടെ നമുക്ക് വേറെ കുറച്ച് പണികളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ കുറേ കബേഡുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സൈഡിൽ. ആ കബേഡുകളും പിന്നെ അവിടെ വലിയ സിങ്ക് ഈ സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൈപ്പിൻ്റെ അതെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി അവിടെ നിന്ന് ഇനിയിപ്പോൾ രണ്ടാമത് നമ്മൾ പുതിയത് നമ്മൾ ഇനിയിപ്പോൾ ഈ സൈഡിൽ നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. നമ്മൾ താമസിക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ അത് അങ്ങനെ ഇട്ടേക്കാണ് നമുക്ക് അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ഈ കുഞ്ഞു സിങ്ക് നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്നത് നമുക്ക് അത്രയ്ക്ക് കുഞ്ഞു സിങ്ക് പറ്റില്ല. അത് ചെറിയൊരു സിങ്കാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ സിങ്കൊക്കെ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ വന്നിട്ട് നല്ല വെയിലുണ്ട്, കുറെ പച്ചപ്പുണ്ട്. പേരയ്ക്ക കുറെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. പേരയ്ക്ക പറിച്ച് വെച്ച് പേരയ്ക്ക ഇവിടെ കുറച്ച് പോൾസൻ്റെ ചേട്ടനോടെ ഉണ്ട്, വല്യപ്പൻ. അവിടെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ചേട്ടൻ കുറച്ച് പേരയ്ക്കൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പേരയും പറിക്കാനുണ്ടെന്ന് തോന്നുന്നു. നോക്കി നോക്കിക്ക് നോക്കി നോക്കി. പേപ്പറിൻ്റെ ഉള്ളിൽ മൂടിയിട്ടുണ്ടോ നോക്കിയേ. അതിൻ്റെ ഉള്ളിൽ വലുതുണ്ടോ? ഓ, അത് കിളികളെ എന്തെങ്കിലും കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൂടിയിരുന്നതാ. ഓ, നല്ല പഴുത്തുണ്ടല്ലോ അത്. ആയ് കഴിച്ചു നോക്കിക്കാൻ മധുരം ഉണ്ടോ? നല്ല മധുരമായിരിക്കും അതിന്. മധുരം ഉണ്ടോ? അത് നല്ല ചുമന്ന പേരയ്ക്കായിട്ടായിരുന്നു. നമുക്ക് കണ്ടമാനം പേരയ്ക്ക ഉണ്ടാവാനുണ്ട്. പോൾസേട്ടൻ വന്ന സമയത്തും കുറേ പേരയ്ക്ക കഴിച്ചെന്ന് പറഞ്ഞു.
ഇനി ഉണ്ടാവും, വേറെ മൂത്ത പേരയ്ക്ക ഉണ്ടാവും, പറിച്ചോ. ചെറുതായിട്ട് കളർ മാറിയത്. ഒരു മുകളിലൊരു പേരയ്ക്കത് അവിടെ ഒത്തി കിടക്കുന്നുണ്ട് പറഞ്ഞു മുകളിൽ. പിന്നെ ഇവിടെ വേറെ ഒരു വലിയൊരു മരം വലുതായി നിൽക്കുന്നുണ്ട്. ഈ മരത്തിൻ്റെ പേരുകളൊന്നും ഞങ്ങൾക്ക് അതറിയാൻ അറിയില്ല കേട്ടോ. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് ഇപ്പോൾ കുറേ പുതിയ പുതിയ പഴങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരുകളൊന്നും എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ വലുതായിട്ട് അറിയാമെന്നില്ല. എന്തോ വലിയ ഇലയ്ക്കായിട്ട് ഒരു സാധനം നിൽക്കുന്നുണ്ട്, പക്ഷെ ഇതുമ്പോൾ ഒന്നും കാണാനൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കട്ടെ. ഈ പേരയുമ്പോൾ കണ്ടമാനം പേരയ്ക്കട്ടെ, കാരണം നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള സാധനമാണ് പേരയ്ക്ക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേരയ്ക്ക നമ്മൾ വെച്ചിട്ട് നന്നായിട്ട് പേരയ്ക്ക നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എളുപ്പമാണ്. എന്താണ്ട് ഒരു പഴം ഉണ്ടാക്കി. നീ അവിടെ വേറൊരു പഴം ഉണ്ടായി നിൽക്കണ നോക്കിക്കേ. അതെന്തോന്ന് പീനട്ട് ട്രീയോ അങ്ങനെ എന്താണ്ട് ട്രീ ആണെന്ന് തോന്നുന്നു. നീയാ അത് വലിപ്പനോട് ചോദിച്ചു നോക്കിയാൽ പഴം ഉണ്ടായി നിൽക്കുന്നത് എന്നിട്ടാണ്. പീനട്ട് ട്രീ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പീനട്ട് ട്രീ എന്തോ പഴമാണുള്ളത് കണ്ടേ. ഇത് ആ മരത്ത് മറിച്ചും പഴം ഉണ്ടായി കിടക്കുന്നുണ്ടല്ലോ. അമ്മ കണ്ടില്ലേ കൊമ്പുമേ? മുകളിലേക്ക് നോക്കാം, റോട്ടിലേക്ക് നിൽക്കണ കൊമ്പുമേ കണ്ടില്ലേ? ഒരു പഴം പറിച്ചു നോക്കിക്ക്. ആ വലിയ കൊലയുമ്പോൾ ഇത് പറിക്കാൻ പറ്റുമോ? ഇത് പീനട്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പഴം ഉണ്ടല്ലോ, ആ പഴം കേട്ടോ. നന്നായിട്ട് പഴുത്ത് കിടക്കുന്നുണ്ട്. തട്ടുണ്ടെന്ന് പറയുന്നത്. കടിച്ചു നോക്കി എൻ്റെ ടേസ്റ്റ് ഉണ്ടോന്ന് അറിയാം. പീനട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടോ? ആ നമ്മൾ വലിയമാരെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പച്ചയായിരുന്നു. ഒരു പ്രാവശ്യം നമ്മൾ ചെന്ന് പറിച്ച് നോക്കിയപ്പോൾ. പക്ഷെ ഇപ്പോൾ അത് പഴുത്ത പീനട്ടിൻ്റെ ടേസ്റ്റ് തോന്നുന്നു. അതുകൊണ്ട് പീനട്ട് പഴം എന്ന് പറയുന്നത്. പീനട്ട് എനിക്കതിന് പേര് കറക്റ്റ് അറിയില്ല കേട്ടോ. ആ കപ്പലണ്ടിയുടെ ടേസ്റ്റ് ഉണ്ടല്ലേ. നമ്മൾ കുറച്ച് പഴുത്ത് കിടക്കുന്നുണ്ട്, പക്ഷേ ഉണ്ടായി കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ ശരിക്കും? ആണോ? ശരിക്കും കപ്പലണ്ടി കഴിക്കണ പോലെ? അതുകൊള്ളല്ലോ, ഞാനും കഴിച്ചു നോക്കണം. പിന്നെ ഇപ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ പോൾസേട്ടൻ പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കുഞ്ഞു കുഞ്ഞു ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ ഒരു പേരേമ ചെറിയ പേരയ്ക്ക കിടക്കണുണ്ടായിരുന്നു. മാങ്ങ എവിടെ? ഓ അത് നമുക്ക് പറിക്കാട്ടെ രണ്ടു തന്നെ. ഈ പേരയ്ക്ക പറിച്ച് നോക്കിക്കേ, എടുത്ത് നോക്കിക്കേ, അത് നോക്കിക്കേ. അത് പഴുത്തണ്ടത് ഇപ്പുറത്തെ സൈഡിൽ. അത് പേരയ്ക്കാണ്. എന്ത് സാധനം അത്? എടുത്ത് നോക്കിക്കേ. അതെനിക്ക് റെഡി ഉണ്ടെന്നാണോ? ഇല്ല അത് പേരം കാണാനാണോ? പറിക്കാണ്ട് അത് വെച്ച് കടിച്ച് വെടിക്കത്തി എന്നൊരു സാധനം എന്നിട്ടത് സബർജില്ല. അപ്പോൾ ഇത് പുതിയതായിട്ട് വാങ്ങിച്ചു വെച്ചേക്കുന്നത് കേട്ടാ. അത് ഒരു പഴം ഉണ്ടായിരുന്നു. നീ അത് മരത്തുമ്പോൾ വെച്ചാൽ കടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറിച്ചു കൊടുത്തു. ഞാൻ കടിച്ചോട്ടെ കേട്ടാ, എനിക്ക് അറിയാൻ പറ്റുന്നോട്ടെ. അവിടെ മാത്രമായിട്ടുള്ള സാധനം ഇതെന്തോ ഒരു പേരിൽ പെട്ട സാധനം കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ. ഇതെങ്ങനെ ഇനി വരാമെന്ന് അറിയില്ല, ഇത് ഇനി പഴുക്കുമെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ ഇതിന് മധുരമുണ്ട്, നല്ല രുചിയുണ്ട് കേട്ടോ. ഞങ്ങളവിടെ കുറേ പേരക്കാര് പർച്ചേസ് ചെയ്തു. ഇതെന്ത് പേരിൽ പെട്ടെന്ന് എനിക്ക് വലിയപ്പൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ തോന്നുന്നു. ഇത് എനിക്കാണ് വേറെ സാധനം കേട്ടോ. നമുക്കിങ്ങനെ ഒന്നിനും പേരറിയാൻ പാടില്ലാത്തതന്നെ. എല്ലാവരും പോട്ടന്മാരുടെ പഴം നോക്കിക്കൊണ്ട് നടക്കുന്നു. നമുക്കിങ്ങനെ പഴയ പഴങ്ങളൊക്കെ എനിക്ക് അറിയുള്ളൂ. പുതിയതായിട്ട് ഇപ്പോൾ കുറേ പഴങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ പേരുകളൊന്നും എനിക്ക് അതിൻ്റെ ഒന്നും കാണുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. ഇതാണ് അരിനെല്ലിക്ക. നീ കഴിഞ്ഞ ദിവസം ബീച്ചിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ നീയാ? കുഞ്ഞു കുഞ്ഞു സാധനം മനസ്സിലായി. ആ സാധനം തോന്നണത് അരിനെല്ലിക്ക. എനിക്ക് ആർക്കെങ്കിലും വീഡിയോ കാണുമ്പോൾ അറിയണവരുണ്ടെന്ന് വെച്ചാൽ പറയണോട്ടെ. എനിക്ക് തോന്നുന്നത് അരിനെല്ലിക്കയാണ്. പക്ഷെ ഞങ്ങളുടെ ഈ പോച്ചേരി ആ സൈഡിൽ അങ്കമാലി സൈഡിലൊന്നും ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ നമ്മൾ ഉണ്ടായി കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഇവിടെ വേറൊരു മരം നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഇത് എനിക്ക് ഞാവലാന്നറിയാട്ടാ. പക്ഷെ ഇതുമ്പോൾ ഞാവൽ ഉണ്ടായിട്ടില്ല, ഞാവൽപ്പഴം ഉണ്ടായിട്ടില്ല.
എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഞാവൽപ്പഴം, അതേപോലെ തന്നെ അരിനെല്ലിക്ക. പിന്നെ ഇവിടെ കുറച്ച് മാവ് നിൽക്കുന്നുണ്ട്. പിന്നെ പഴമെന്നറിയാം, ഒന്നുകൂടി പറഞ്ഞ ഇതെന്ത് പഴമെന്നറിയാം എനിക്ക് അറിയില്ല. എനിക്ക് പിന്നെ ഇവിടുത്തെ അറ്റ പഴങ്ങളും ഇവർക്ക് പിന്നെ തീരെ അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതും എന്ത് പഴമെന്ന് അറിയില്ല. ഇത് അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ട് എല്ലാവരും. ഇതൊക്കെ നമ്മളിപ്പോൾ വീട് ഇപ്പോൾ നമ്മൾ പണിതിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 4-5 വർഷം ആയിട്ടുള്ളൂ നമ്മൾ പണിതിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് എല്ലാ ദിവസം നനയ്ക്കൂട്ടാ. പിന്നെ ഇവിടെ സ്പ്രിങ്ക്ലറൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടെയും കുറച്ച് ലൂബി, മധുര ലൂബി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതും ഉണ്ടായിട്ടുണ്ട്. പോൾസേട്ടൻ വന്നപ്പോൾ അതും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതെവിടെയും നമുക്ക് അറിഞ്ഞോടാം, നോക്കി കണ്ടുപിടിക്കണം. പിന്നെ അവിടേക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഫ്രൂട്ട്സ് കടാ. പിന്നെ ഇവിടെ സപ്പോട്ട നിൽക്കുന്നുണ്ട്. സപ്പോട്ട അധികം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പൂവിട്ട് വരുന്നുണ്ട്. പക്ഷെ പോൾസേറിൻ്റെ സപ്പോട്ട കുറേ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിന് പൂവിട്ടിട്ടുള്ളൂ. ഈ തെങ്ങിൻ്റെ ചോല വന്നിട്ട് ഇതിന് വലുതാവാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ കരിക്കോട്ട് ഓടിക്കുന്ന തെങ്ങാണത്. അത് പാകമായിട്ടുണ്ടോയെന്ന് അറിയില്ല. പാകമായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ ഒരു കൊല്ലം ഞങ്ങൾ ഇട്ടിട്ട് പോകും. പക്ഷെ ഇപ്പം ഞങ്ങൾ ആദ്യം വരുന്ന സമയത്ത് ഇത് കുറച്ച് ചെറുതായിരുന്നു ഈ തെങ്ങ്. ഇപ്പം ഭയങ്കരമായിട്ട് ഇത് വലുതായിരുന്നു. അന്ന് നമുക്ക് കൈ കൊണ്ട് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പം നമുക്ക് കൈ കൊണ്ട് അത് പറിക്കാൻ വേണ്ടി പറ്റില്ല. പെട്ടെന്ന് വലുതായി പോയി ആ തെങ്ങ്. പിന്നെ ഇതൊക്കെ എന്ത് സാധനമാണോ? ഇത് വെട്ടി കളഞ്ഞിട്ട് ഇതുമ്പോൾ എന്തോ ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സാധനം. പിന്നെ ഇവിടെ നാരകമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നാരങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നാളെ ദിവസം ഞങ്ങൾ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു നാരങ്ങ അങ്ങനെ കാണാണ്ട് ഇങ്ങനെ കിടന്നിട്ട് അത് അവിടെ കിടന്നിട്ട് നന്നായിട്ട് വലുതായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നാരങ്ങ ഒന്നും കാണില്ല. നാരങ്ങ അവിടെ ഉണ്ട് കേട്ടോ. വേറൊരു മരത്തുമ്പോൾ കുറേ നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇടുമ്പോൾ നാരങ്ങ ഉണ്ട്. ഇവിടെ പിന്നെ വേറെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണെന്ന് പറഞ്ഞത്. ഇതിന്റെ പേര് എനിക്കറിയില്ല. അത് എനിക്ക് ചോമോടലിമാരെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെന്നപ്പോൾ ഒരു മാങ്ങ നമുക്ക് കുറേ നമ്മൾ പറിച്ചു വെച്ചില്ലേ മാവുമേന്ന്. ആ മാങ്ങയെന്ന് തോന്നണത്. പക്ഷെ ഇത് മൂത്തിട്ടുണ്ട് നന്നായിട്ട്. എന്തായാലും നമുക്ക് പറിക്കാനല്ലേ, നമ്മൾ പറിച്ചിട്ട് നമുക്ക് പഴുപ്പിച്ച് കഴിക്കാനുള്ള സമയം നമുക്കില്ലല്ലോ. കുഞ്ഞു മാവാണെങ്കിൽ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് മാങ്ങയൊക്കെ ഇമ്മേന്ന് പഴുത്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ചെറുതായതുകൊണ്ട് പറിച്ചെടുക്കാം അല്ലേ. പിന്നെ ഇവിടെ വേറെ എന്തോ ഒരു സാധനം, വേറെ എന്തോ ഒരു സാധനം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അന്ന് കുറച്ച് സാധനമൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തോ ഒരു മരം നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട്. ഇത് അയൂർ ചക്കയെന്ന് തോന്നുന്നത്. ഇതുമ്പോൾ ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. പോൾസേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇതുമ്പോൾ ചക്കയില്ല. നമുക്ക് പോച്ചേരിയിൽ അവിടെ പോച്ചേരി പ്ലാവുമ്പോഴേക്കും കുറേ ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ പഴുത്ത ചക്കയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വേറെ ഏതാണ്ട് ഒരു വലിയ മരമൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ ചെറുതായി വരുന്നുള്ളൂ. ഇവിടെ നാരകം ഉണ്ട് കേട്ടോ. ഈ നാരകത്തിൽ നിന്ന് എപ്പോഴും നാരങ്ങ ഉണ്ടാവാറുണ്ട്. നാരകം നിൽക്കുന്നുണ്ട്. ഇതുമ്പോൾ എപ്പോഴും നാരങ്ങ ഉണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇതുമ്പോൾ നാരങ്ങ ഉണ്ട്. ഒരു നാരങ്ങ ഞാൻ നോക്കി പഴുത്തേക്കണമെങ്കിൽ എനിക്കവിടെ പിഴിഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറാണ്. വേറെ ഉണ്ട് ഇവിടെ പഴുത്തിട്ട്. ഇതുമ്പോൾ ഏത് സമയത്തും ഞങ്ങൾ എല്ലാ വർഷം വരുമ്പോൾ എപ്പോഴും നമുക്ക് ഇതുമ്പോൾ നാരങ്ങയും പിന്നെ ഈ പേരമേന്ന് നമുക്ക് എപ്പോഴും പേരയ്ക്കയും കിട്ടാറുണ്ട്. കുറേ പേരയ്ക്ക ഉണ്ടായിരുന്നത്. ഇത് എനിക്ക് ഇവിടെ നമുക്ക് വെച്ചതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പോൾസാനും ഭയങ്കര ഇഷ്ടമുള്ള സാധനം പേരയ്ക്കാണ്. ഞങ്ങൾക്ക് പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പേരയ്ക്ക. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ വെച്ചതിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുന്ന സാധനം നമുക്ക് ഇവിടെ നിന്ന് കിട്ടണത് പേരയ്ക്ക കേട്ടാ. ഇതായതും പഴുത്തിട്ടുണ്ട്. എല്ലാ സമയത്തും ഇതും ഉണ്ടാവുന്നുണ്ട്. അത് നല്ല മധുരം ഉണ്ട്. നമുക്ക് ചുവന്ന പേരയ്ക്ക തന്നെയായിരുന്നു നല്ല ഇഷ്ടമുണ്ടായിരുന്നത്. എന്ത് മധുരം എന്നറിയോ? എനിക്കിപ്പം നല്ല ചൂടാണല്ലോ, മഴയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ട് പേരയ്ക്ക. നല്ല സൂപ്പറാണ്. ഇതെനിക്ക് ഈ വവ്വാലൊക്കെ കൊണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇനിയിപ്പം നമ്മുടെ ബാക്കിലേക്കും പിന്നെ നമ്മൾ കുറച്ച് പഴങ്ങൾ, പിന്നെ ഇതിവിടെ നമ്മുടെ കുറ്റിമുരിങ്ങ വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നും ഞാനവിടെ കഴിഞ്ഞ വർഷം കൊണ്ടുപോയി വെച്ചില്ലേ, ആ സമയത്ത് തന്നെ എന്നോട് വെച്ചേക്കണമെന്ന് തോന്നും. പക്ഷേ ഇത് നല്ല പൊക്കത്തിൽ പോയിട്ട് ഞാൻ കാണിക്കാടാ. പിന്നെ അത് ഇവിടെയും പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇത് കവറിൽ കെട്ടിയിട്ടേക്കുന്നതല്ല. എല്ലാവരും നല്ല മഞ്ഞ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ കുറച്ചുകൂടെ പറിച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ. അത്
ഇതിപ്പോൾ എന്തോരം പേരയ്ക്ക ഉണ്ടാവുന്നത്. അപ്പം സൂപ്പർ പേരയ്ക്ക. പിന്നെ ഇതാണ് നമ്മൾ നടന്നു പോണ വഴിയിൽ ഇങ്ങോട്ടേക്ക് ചാഞ്ഞ് കിടക്കുന്നത്. നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മുരിങ്ങ. ഇവിടെ നോക്കിക്കേ നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. നമ്മുടെ അവിടെ മുരിങ്ങ എനിക്ക് നമ്മളായി കൂടി 2 മാസമല്ലേ നമുക്ക് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പക്ഷെ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അതിലേക്ക് എടുത്തിട്ട് നമുക്ക് തോരൻ വെക്കാനൊക്കെ നല്ലതാട്ടോ. പെട്ടെന്ന് പറിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പം. ആദ്യം ഹൈറ്റിലേക്ക് പോയിട്ടില്ലല്ലോ. നമുക്കിപ്പോൾ ഒന്നിനും സമയമില്ലല്ലോ. പക്ഷെ എനിക്ക് മുരിങ്ങയുടെ തോരൻ എനിക്ക് വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ദിവസം കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. നമുക്കൊന്നിനും സമയമില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ വേപ്പൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. നല്ല നീളത്തിന് പോയിട്ടുണ്ട് ഇതിൻ്റെ ഇല. നന്നായിട്ട് ഇങ്ങനെ തിളച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് പയറുകളൊക്കെ നട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആ സൈഡിലും കുറച്ച് പയർ അങ്ങനെ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. നീന എവിടെ പോയി? നീന എവിടെ പോയി? നീന എവിടെ പോയ? അവിടെ കുറച്ച് ചെറിയ നമ്മുടെ കുറ്റിപ്പയർ നട്ടിട്ടുണ്ട്. കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു. ആ സൈഡൊക്കെ പിടിച്ചിട്ട് നട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ ഗരാജാട്ടത്. ഇതിൻ്റെ ഉള്ളിൽ മുകളിലേക്ക് അങ്ങോട്ട് സ്റ്റെപ്പ് കയറി പോയിട്ട് അവിടെ റൂമൊക്കെ പണിതിട്ടുണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ പോണില്ല. അതിൻ്റെ മുകളിൽ ഒരു റൂമും പിന്നെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. പിന്നെ ഗരാജ്. പിന്നെ ഈ ഗരാജിനോട് ചേർന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. നന്നായി ഇവിടെയും ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടെ അങ്ങോട്ട് ബാക്കിൽ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ സിമെൻറ്റ് ഇത് ഇട്ടുണ്ട്. കരിങ്കല്ല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ പൂപ്പായിൽ പിടിക്കണില്ല. ഞാൻ അങ്ങോട്ടേക്ക് പോണില്ല ബാക്കിലേക്ക്. അവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നേരമായിട്ടുണ്ട്. നീനയുടെ കാല് നല്ല ഉളുക്കിയ കാലുമ സൊല്ലിങ്ങായിട്ടിരിക്കുകയാണ്. രക്ഷിക്കാൻ വേണ്ടി തങ്ങളെ ചെലവ് ഈ താറാവ് കൊത്തി വിരിച്ചേക്കുന്ന കേട്ടോ. 2 കുഞ്ഞുങ്ങളുണ്ട് അതിനകത്ത്. ഇതിവിടെ പോസൻ്റെ തറവാട്ടിലാട്ടോ. കുഞ്ഞുങ്ങൾ അങ്ങോട്ട് നീങ്ങി പോയിട്ടിരിക്കുക. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടാ. ഇങ്ങനെ അത്ര കാണാൻ വേണ്ടിയിട്ട് പറ്റണില്ല.
ഇതെന്ത് വലിയ മുരിങ്ങ. എന്തൊരു സാധനങ്ങളാന്ന് ഞങ്ങക്ക് പേരറിയില്ലായിരുന്നു. ഞങ്ങള് കൊറേ നോക്കി. ഏ സാധനത്തിന്റെ പേര്? ഓ ഇത് അവക്കാടോ? ഇത് പൂട്ടെന്ന് പറഞ്ഞേ. ഓ അതും കാണിക്കണോട്ടെ. ഇതെന്ത് സാധനം ഈ നിക്കണത്? സീന്തപ്പഴം. പിന്നെ ഇവിടെ വലിയൊരു മരം നിക്കണ്ടല്ലോ അവിടെ. ഇല്ല പീനട്ട് ബട്ടർ അത് കഴിച്ചു. അയ്യോ അത് ഞാൻ കഴിച്ചു. നീയെ കഴിച്ചു. കഴിച്ചു. അല്ല ഈ വലിയ മരം എന്താ? ഈ വലിയ മരം ആഹാ പീനട്ട് മീൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് അല്ലേ? ആ ഉവ്വ്. അതെന്ത് കായേ അത്? 2 ദിവസമായി. എന്ത് സാധനം? ബട്ടർ പീനട്ട് നീ ഒരെണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നോ? പറിച്ചു നോക്കിയില്ല. ഏതാ? ഓ ചെറിയ ഉണ്ടായിട്ടുണ്ട്. വേണ്ട വേണ്ട ചേട്ടാ ചേട്ടൻ പറിക്കണ്ട. മറ്റേത് പറിക്കാമോ? പീനട്ട് പറിക്കാമോ? ചെറിയ ഉണ്ടായി നിൽക്കണ്ട. നീ കണ്ടില്ലല്ലോ. അവിടാണ് വന്നിട്ട് പോയത്. നല്ല പുളിയാ. കഴിച്ചു പോയി. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ആണോ? ഇതുണ്ടല്ലോ, ഇത് ആവക്കാടോ മരാട്ടാ. ഇത് ഇവിടെ പോൾസേൻ്റെ തറവാട്ടിലുള്ളതാട്ടാ. ഇത് കുറേ വർഷം പഴക്കമുണ്ട്. ഭയങ്കര വലിയ മരാട്ടത്. ഇതുമ്മ കായൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ഈ വർഷം ആദ്യമായിട്ട് ഇതുമ്മ കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയ്ക്ക് വലിയ മുകളിലേക്ക് പോയില്ല. വലിയ മരമായി. അപ്പോൾ ഇത് ഉണ്ടാവാണ്ടായി പോയി കഴിഞ്ഞപ്പോൾ അവർ ഈ കായ ഉണ്ടാവണില്ലെങ്കിൽ കഴിഞ്ഞപ്പോൾ ഒരു വർഷം കൂടി നോക്കിയിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇതുമ്മ ഇപ്പോൾ ഈ വർഷം ഇതുമ്മ ആവക്കാടോ ഉണ്ടായത്. നീ ഉണ്ടായി തുടങ്ങുമ്പോൾ എനിക്കാണ് കുറേ ഉണ്ടാവും തോന്നും. എനിക്കാണ് ഇത്രയ്ക്ക് വലിയ മരമൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞങ്ങളുടെ പുതിയ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെറിയ തൈയാണല്ലോ. ഇത് എത്ര വർഷം പഴക്കമുണ്ടോ? കുറേ വർഷം പഴക്കമുണ്ട് അതല്ലേ? ആ ഇത് 12 വർഷം പഴക്കമുണ്ട്. വലിയ മരം അത്. ഇതൊന്നും ഉണ്ടായി തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. അതിന് മുകളിലൊക്കെ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും മുകളിൽ പോയിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കി ചെറിയ അവകാടമൊക്കെ നിൽക്കണുണ്ട് കേട്ടോ. പക്ഷെ മറ്റേത് ഭയങ്കര വലിയ മരമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ബാക്കിൽ കുറച്ച് ചെടികളൊക്കെ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാവ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുഞ്ഞി പ്ലാവാട്ടാ. നമ്മുടെ അയൂർ ചക്ക ഉണ്ടല്ലോ അതും ഒരെണ്ണുണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ താഴെ. ചേനപ്പോ ഈ പ്ലാവ് തന്നെ ഒട്ടിച്ചേനെ? അതെന്തിനാ അങ്ങനെ ഒട്ടിക്കണേ? വേറെ കൊമ്പെടുത്തിട്ട് ഒട്ടിക്കോ? ഇത് ഈ പ്ലാവ് ഇവിടെ ബഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പോൾസേൻ്റെ ചേട്ടനുണ്ടല്ലോ. ചേട്ടന് നന്നായിട്ട് ബഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാ സാധനത്തുമ്മേനും ബഡ് ചെയ്തിട്ടുണ്ട്. ചില മരത്തുമ്മയ്ക്ക് ഉണ്ടല്ലോ കുറേ വേറെ പല ഫ്രൂട്ട്സുകൾ ഇങ്ങനെ ബഡ് ചെയ്തിട്ട് അതൊക്കെ ഇത് ഇവിടെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ബഡ് ചെയ്യും നന്നായിട്ട്. ആ
ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ പ്രാവശ്യം പോൾസെല്ലാം വന്നപ്പോൾ വാങ്ങിച്ചു വെച്ചത് കേട്ടോ. അച്ചാ ചൈരു എന്തൊട്ട് സാധനം എന്ന് പറഞ്ഞൂടെ ഈ സാധനം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാക്കിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഗ്യാസ് മുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ്. ഓ കിളിയും കാക്കയും എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. എന്താ പ്രശ്നമുണ്ട് അവിടെ? അതാ കുഞ്ഞുങ്ങളാട്ടെ താഴെ നടക്കുന്നുണ്ട്. അവിടെ കുറേ സൗണ്ട് ഉണ്ടാക്കണ കിളികളെ കിടന്നിട്ട് കുറേ കിളികളാണ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏതൊരു കിളി താഴെ നടക്കുന്നുണ്ടാവില്ല. കിളിയായിട്ട് താഴെ നടക്കുന്നുണ്ടെന്നാണ്. കുറേ കിളികളും കുറേ കാക്കകളൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അതെടുത്തോ, ചക്കപാത്രം എടുത്തോ. നീ ആ പേരൊക്കെ എടുത്ത് വെച്ചോ. അവൻ പറിക്കാമോ? ഞങ്ങൾ കിട്ടേണ്ട അഞ്ഞുണ്ടെന്നാണ് പറിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ജസ്റ്റ് വീഡിയോ പിടിച്ചിട്ടുണ്ട് പോകുന്നുള്ളൂ. ഓ അതിൻ്റെ ഏറ്റവും മുകളിൽ 2-3 നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. നീന ചെന്ന് പിടിച്ച് നീയാ ചെന്ന് വാങ്ങിച്ചത്? ആ ഇല്ല ഇല്ല. ആ ഉണ്ടെങ്കിൽ പറിച്ചോ. മൂത്തട്ടിലെയും പറിക്കണ്ട. ഗേറ്റ് അടച്ചില്ലല്ലോ. ഗേറ്റ് ഒന്ന് അടയ്ക്കാമോ? ആ ഗ്യാസ് ഉണ്ടായിരുന്നു. കുറ്റിയിടാം ചേട്ടാ, കുറ്റിയിടാമോ? നീ കണ്ട് പോരെ.